ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ആനിമൽസിൻ്റെ ഒരു എപ്പിസോഡ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്, ആനിമൽസിൻ്റെ പാർട്ട് 3. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വട്ടം അഡാപ്റ്റേഷൻസിൽ മൈഗ്രേഷൻ എന്ന പാർട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്ന അഡാപ്റ്റേഷനിലെ തന്നെ വേറെ 2 കാര്യങ്ങളാണ്. ക്യാമോഫ്ലാജ് പോലത്തെ വേറെ ജീവികളുടെ അഡാപ്റ്റ് ചെയ്ത ടെക്നിക്സ് ആണ് നമ്മൾ ഇപ്രാവശ്യം പഠിക്കാൻ പോകുന്നത് ആനിമൽസിന്റെ ഈ പാർട്ട് 3 എപ്പിസോഡ്. അപ്പൊ അടുത്ത നമുക്ക് ക്യാമോഫ്ലാജ് എന്തെന്ന് നോക്കാം. The ability of an organism to blend with its surrounding is called camouflage. അതായത് ഒരു ജീവിക്ക് അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ, അതായത് ഇപ്പോൾ ഒരു പുൽച്ചാടിക്ക് എന്തിനാണ് പച്ച കളറ്? നമ്മൾ പുല്ലിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ കാണാതിരിക്കാനാണ്. അതുപോലെ വേറെ ജീവികൾക്ക്, ഇങ്ങനത്തെ എല്ലാ ജീവികൾക്കും സറൗണ്ടിങ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് ബ്ലെൻഡ് ചെയ്യുന്നതിനെയാണ് ക്യാമോഫ്ലാജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്യാമോഫ്ലാജിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയെന്ന് നോക്കാം. പോളാർ ബെയർ, ക്യാമലിയോൺ ആൻഡ് സ്റ്റോൺ ഫിഷ്, ഇതെല്ലാം ക്യാമോഫ്ലാജിന്റെ എക്സാമ്പിൾസ് ആണ്. ഈ ക്യാമോഫ്ലാജില് പോളാർ ബെയർസ് മഞ്ഞുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. അപ്പൊ പോളാർ ബെയർസിന് വൈറ്റ് കളറാണ്, അതുകൊണ്ടാണ് അവർ അഡാപ്റ്റ് ചെയ്ത് വൈറ്റ് കളറിലോട്ട് മാറി. ഇത് അവിടെ സ്നോയിന് വൈറ്റ് കളറായിക്കൊണ്ടാണ് ഈ പോളാർ ബെയർസ് അഡാപ്റ്റ് ചെയ്ത് വൈറ്റ് കളറായത്. ആ വൈറ്റ് കളറ് ക്യാമോഫ്ലാജ് ആ വൈറ്റ് കളർ കൊണ്ട് ഇര പിടിക്കാനൊക്കെ ഒളിച്ചിരിക്കുന്നതിന് ക്യാമോഫ്ലാജ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്യാമലിയോണിന് കളർ മാറ്റാനൊക്കെ പറ്റും. അപ്പം അങ്ങനെയാണ് ക്യാമലിയോൺ ക്യാമോഫ്ലാജ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു മരത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് ബ്രൗൺ കളറാവും, വെളുത്ത ഏതെങ്കിലും സ്ഥലത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ വൈറ്റ് ആവും. അങ്ങനെ അതിന് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത് ക്യാമോഫ്ലാജിനെ യൂസ് ചെയ്യുന്നത്. സ്റ്റോൺ ഫിഷ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അടിത്തട്ടിലൊക്കെ കല്ലിനെ പോലെ കിടന്ന് ഹണ്ട് ചെയ്യുന്ന, കല്ലിനെ പോലെ കിടന്ന് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഹണ്ട് ചെയ്യാനോ ശ്രമിക്കുന്ന ഒരു ജീവിയാണ് ഈ സ്റ്റോൺ ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ക്യാമോഫ്ലാജ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ അഡാപ്റ്റ് ചെയ്ത് ക്യാമോഫ്ലാജ് യൂസ് ചെയ്യുന്ന ജീവികളാണ് ഈ പോളാർ ബെയറും ക്യാമലിയോണും സ്റ്റോൺ ഫിഷും. നമുക്ക് മിമിക്രി എന്തെന്ന് നോക്കാം. മിമിക്രി ഈസ് എ ഫിനോമിന wherein an organism imitates an other organism. അതായത് മിമിക്രി എന്ന് പറയുന്നത് വേറെ ജീവികളുടെ സൗണ്ട് ഉണ്ടാക്കി രക്ഷപ്പെടാൻ, അതായത് ഇപ്പോൾ ഒരു ജീവി വല്ല പുലിൻ്റെയും ഒരു ചെറിയ ജീവി ഒരു വലിയ ജീവിൻ്റെ സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ ജീവികൾ ആ ചെറിയ ജീവിനെ അറ്റാക്ക് ചെയ്യാൻ വരൂല, ഏതോ വലിയ ജീവിയാന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇതും ഒരു അഡാപ്റ്റേഷൻ്റെ രീതിയായിട്ട് ചില ജീവികൾക്ക് അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനെയാണ് മിമിക്രി എന്ന് പറയുന്നത്, വേറെ ജീവികളുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. വൈസ്രോയ് ബട്ടർഫ്ലൈസ് മിമിക്സ് മൊണാർക്ക് ബട്ടർഫ്ലൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൊണാർക്ക് ബട്ടർഫ്ലൈസ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന എക്സാമ്പിളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. വൈസ്രോയ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ബട്ടർഫ്ലൈ മൊണാർക്ക് ബട്ടർഫ്ലൈനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി. മൊണാർക്ക് ബട്ടർഫ്ലൈനെ വൈസ്രോയ് ബട്ടർഫ്ലൈ മിമിക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ മൊണാർക്ക് ബട്ടർഫ്ലൈസിൻ്റെയും വൈസ്രോയ് ബട്ടർഫ്ലൈൻ്റെയും പോളാർ ബെയറിൻ്റെയും പിന്നെ ക്യാമലിയോണിൻ്റെയും സ്റ്റോൺ ഫിഷിൻ്റെയും ഫോട്ടോ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്രവർത്തനത്തിനായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഇതാണ് പോളാർ ബെയർ. ഇത് ക്യാമോഫ്ലാജ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഇത് സ്റ്റോൺ ഫിഷ് ആണ്. കണ്ടോ, നമുക്ക് കല്ലാണോ ഫിഷാണോ എന്താണെന്ന് മനസ്സിലാവില്ല, അത് ക്യാമോഫ്ലാജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ ക്യാമലിയോൺ, അതായത് ഓന്ത്, നിറം മാറുന്ന ഒരു ജീവിയാണ്. ഇത് പല ജീവികളെ പോലെയും ക്യാമോഫ്ലാജ് യൂസ്.
അപ്പോൾ ഇത് മൊണാർക്ക് ബട്ടർഫ്ലൈയും വൈസ്രോയ് ബട്ടർഫ്ലൈ ആണ്. ഈ മൊണാർക്ക് ബട്ടർഫ്ലൈ പോയ്സണസ് ആണ്. അപ്പോൾ അതുകൊണ്ട് വൈസ്രോയ് ബട്ടർഫ്ലൈ ഇതിനെ മിമിക് ചെയ്ത് മറ്റ് ജീവികളിൽ നിന്ന് രക്ഷപ്പെടുന്നു.